മധ്യപ്രദേശിലെ ജബൽപൂർ രൂപതയിലെ മാണ്ഡല എന്ന സ്ഥലത്ത് ക്രൈസ്തവരായ തീർത്ഥാടകരെയും വൈദികരെയും ബജ്രംഗ് ദൾ എന്നു പേരുള്ള ഒരു സംഘടനയുടെ 50ഓളം വരുന്ന സംഘടിതരായ പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ള ഒരു വാർത്ത ഞെട്ടലോടുകൂടെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയും എത്രയും പെട്ടെന്ന് മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സുരക്ഷാ സേനയും പോലീസും ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെടുകയാണ്. കാരണം മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാപരമായ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ്. ഈ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം 2025 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മഹാജൂബിലി വർഷമായി പ്രഖ്യാപിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ തീർത്ഥാടനത്തിന് വേണ്ടി ദേവാലയങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വിഭാഗം മനുഷ്യരെ, വിശ്വാസികളെയാണ് ഇപ്രകാരം സംഘടിതരായി ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ ആക്രമിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയും അതിനെക്കുറിച്ച് ഇപ്രകാരം ഒരു ആക്രമണമുണ്ടായി എന്നറിഞ്ഞ് അവിടെ എത്തിച്ചേർന്ന രൂപതയുടെ വികാരി ജനറൽ അച്ഛനെയും രൂപതയുടെ ഫൈനാൻസ് ഓഫീസറെയും മറ്റ് വൈദികരെയും ഈ സംഘടനയുടെ പ്രവർത്തകർ ആക്രമിച്ചു എന്നും നമ്മൾ അറിയുന്നു. അതിൻ്റെ പേരിൽ പോലീസ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയെന്നും പിന്നീട് വിട്ടയച്ചു എന്നും അറിയാനിടയായിട്ടുണ്ട്. ഏതായാലും ഇപ്രകാരമുള്ള മതപരമായ വിശ്വാസത്തിനെതിരായ ആക്രമണങ്ങൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ഇപ്രകാരം അസഹിഷ്ണുത കാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യങ്ങളിൽ നീതിപൂർവകമായ ഇടപെടലുകൾ നടത്തുകയും കുറ്റക്കാർക്ക് തക്കതായ കർശനമായ ശിക്ഷ നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നും സഭ ആവശ്യപ്പെടുകയാണ്.